കേരളം ഭരിക്കുന്നവരാരോ അവർക്കൊപ്പം എന്നതായിരുന്നു തിരുവനന്തപുരം ജില്ലയുടെ പതിവ്. ആ പതിവ് തലസ്ഥാന ജില്ല ഇത്തവണയും പാലിച്ചു. 2021 LDF-ന് 13 സീറ്റുകൾ സമ്മാനിച്ച തിരുവനന്തപുരം ഇത്തവണ മേൽക്കൈ നൽകിയത് UDF-നാണ്. ചരിത്രത്തിലാദ്യമായി NDAക്ക് 2 സീറ്റും ജില്ല സമ്മാനിച്ചു. 2021 14-ൽ 13 നേടി ജില്ലയിൽ തലയെടുപ്പോടെ നിന്ന LDF-ന് ഇത്തവണ കാലിടറി. LDF-ന്റെ പല കോട്ടകളും തകർന്നടിഞ്ഞു. 49 വർഷം കോട്ട പോലെ കാത്തുസൂക്ഷിച്ച വാമനപുരം ഇത്തവണ LDF-നെ കൈവിട്ടു. സിറ്റിംഗ് MLA ആയ DK മുരളിയെ തന്നെ CPIM ഇവിടെ വീണ്ടും ഇറക്കി. ഭരണവിരുദ്ധ വികാരം MLA-മാരുടെ പ്രതിച്ഛായ വഴി മറികടക്കാമെന്നായിരുന്നു CPIM കണക്കുകൂട്ടൽ. എന്നാൽ അത് തെറ്റിക്കുന്നതായി ഫലം. കോൺഗ്രസിന്റെ യുവനേതാവ് സുധീർ ഷാ പാലോട് 12,185 വോട്ടുകൾക്കാണ് മണ്ഡലത്തിൽ വിജയിച്ചത്. LDF-ന്റെ ശക്തികേന്ദ്രങ്ങളായ കാട്ടാക്കടയും നെയ്യാറ്റിൻകരയും UDF പിടിച്ചെടുത്തു. ഭരണത്തിലേക്കെത്തുന്ന UDF-ന് ജില്ലയിൽ നിന്ന് ലഭിച്ചത് 7 MLA-മാർ. കഴിഞ്ഞ തവണ കേവലം 1 MLA മാത്രം ഉണ്ടായിരുന്നിടത്താണിത്. മുന്നണിക്ക് നേതൃത്വം നൽകുന്ന കോൺഗ്രസിന്റെ 6 പേരും CMP-യുടെ CP ജോണും UDF ടിക്കറ്റിൽ ജില്ലയിൽ നിന്ന് നിയമസഭയിലെത്തും. കഴിഞ്ഞ തവണ കോവളത്ത് മാത്രം ഒതുങ്ങിയിടത്തു നിന്നായിരുന്നു UDF-ന്റെ ഉയർത്തെഴുന്നേൽപ്പ്. K മുരളീധരൻ പോയതോടെ കൈവിട്ടുപോയ വട്ടിയൂർക്കാവ് അദ്ദേഹത്തെ തന്നെ ഇറക്കി കോൺഗ്രസ് തിരികെ പിടിച്ചു. ആലത്തൂർ മുൻ MP-യായ രമ്യ ഹരിദാസിനെയായിരുന്നു ചിറയിൻകീഴിൽ കോൺഗ്രസ് രംഗത്തിറക്കിയത്. CPI-യുടെ സിറ്റിംഗ് സീറ്റ് 1422 വോട്ടുകൾക്കാണ് രമ്യ പിടിച്ചെടുത്തത്. ടേം വ്യവസ്ഥയിൽ ഇളവ് നൽകി CPI മത്സരത്തിനിറക്കിയ മറ്റൊരു സ്ഥാനാർത്ഥിയാണ് IB സതീഷ്. 2 തവണ ഇവിടെ ജയിച്ച സതീഷ് 3-ാം തവണയാണ് മണ്ഡലത്തിൽ ജനവിധി തേടിയത്. ഇവിടെ കോൺഗ്രസിന്റെ MR ബൈജു അട്ടിമറി വിജയം നേടി. 7136 വോട്ടുകൾക്കാണ് ബൈജു വിജയിച്ചു കയറിയത്. ഭൂരിപക്ഷം കുറഞ്ഞെങ്കിലും വർക്കല V ജോയ് നിലനിർത്തി. ആറ്റിങ്ങലിൽ അത്ഭുതങ്ങളൊന്നുമുണ്ടായില്ല. 13,375 വോട്ടുകൾക്കാണ് സിറ്റിംഗ് MLA OS അംബികയുടെ ജയം. അരുവിക്കരയിൽ VS ശിവകുമാർ കടുത്ത മത്സരമുയർത്തിയെങ്കിലും സിറ്റിംഗ് MLA G സ്റ്റീഫനെ പരാജയപ്പെടുത്താനായില്ല. 15,013 വോട്ടുകൾക്കാണ് പാറശാല CK ഹരീന്ദ്രൻ നിലനിർത്തിയത്. LDF-ൽ CPI-യുടെ മണ്ഡലമാണ് നെടുമങ്ങാട്. സിറ്റിംഗ് MLA-യും മന്ത്രിയുമായ GR അനിൽ തന്നെ വീണ്ടും വിജയിച്ചു കയറി. ശ്രദ്ധേയമായ മറ്റൊരു മത്സരം നടന്ന മണ്ഡലമായിരുന്നു തിരുവനന്തപുരം സെൻട്രൽ. UDF-ൽ CMP എന്ന കക്ഷിക്ക് പകരം CP ജോൺ എന്ന വ്യക്തിക്ക് അനുവദിച്ച മണ്ഡലം. UDF-ന്റെ ഏറ്റവും വലിയ വിശ്വസ്തനായ ഘടകകക്ഷി നേതാവ് അവിടെ വിജയിച്ചു കയറി. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.